കണ്ട് എൻജോയ് ചെയ്യും. ഈ സിനിമയിൽ പാട്ട് പാടിയിട്ടുണ്ട്. റിലീസിന് വേണ്ടി ഇത്രയും കാലം വെയിറ്റ് ചെയ്തത്. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും പേഴ്സണലി ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. 25-ാം തീയതിയാണ് സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നത്. ഒരു നീണ്ട പോരാട്ടത്തിന് ശേഷം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സെൻസർ ബോർഡ് തമ്മിലുള്ള ഒരു ലീഗൽ ബാറ്റിൽ. ഇതൊന്നും സാധാരണഗതിയിൽ ഒരു സിനിമയ്ക്ക് സംഭവിക്കുന്നതല്ല. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ 25-ാം തീയതി ക്രിസ്മസിന് നിങ്ങളുടെ മുമ്പിലേക്ക് സിനിമ എത്തിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായി ഇവിടെ നടക്കുന്ന ഈ ട്രെയിലർ ലോഞ്ചിന് വന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. ഇതൊരു റൊമാൻറ്റിക് ചിത്രമാണ്. ഒരു സോഷ്യലി റെലവൻ്റായ ഒരു മെസ്സേജ് ഇതിലുള്ള ഒരു സിനിമയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഈ ദൂരം വരെ എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വരാൻ പറ്റിയത്. നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ 100% പ്രതീക്ഷയോടെ 25-ാം തീയതി നിങ്ങളുടെ മുമ്പിലേക്ക് സിനിമ എത്തിക്കുകയാണ്. ബാക്കി ഓഡിയൻസ് കണ്ട് നിങ്ങളുടെ ജെന്യുവിനായ റിവ്യൂസ് സ്പ്രെഡ് ചെയ്തുകൊണ്ട് മാത്രമേ ഒരു സിനിമയ്ക്ക് അർഹിക്കുന്ന വിജയത്തിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. പിന്നെ എടുത്തു പറയേണ്ടത്, ആദ്യം കാലിക്കറ്റിൽ വെച്ച് ഒരു വലിയൊരു ലോഞ്ച് നടത്തി, ഒരു ഓഡിയോ ലോഞ്ച്. പിന്നെ ഇപ്പോൾ ഇവിടെ ഒരു ട്രെയിലർ ലോഞ്ച്. അതേപോലെ ഒരുപാട് നിരവധി പ്രൊമോഷൻസ്. നമുക്ക് സെൻസറിന് കൊടുക്കുന്ന ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, സെപ്റ്റംബറിൽ എവിടെ നോക്കിയാലും ഹാലിൻ്റെ പോസ്റ്റേഴ്സും ഫ്ലെക്സും വരുന്നു. അതൊരു തവണ അടിച്ചു. പക്ഷെ അന്ന് ആ പടം നമുക്ക് ഇറക്കാൻ പറ്റിയില്ല. ആ ഹോർഡിങ്സ് എല്ലാം അഴിച്ചു. വീണ്ടും ഇപ്പോൾ ഹോർഡിങ്സും ഇതെല്ലാം തിരിച്ച് വെച്ച് ഇത്രയും വലിയ ഗ്രാൻഡായ പ്രൊമോഷൻസ് എല്ലാം നടത്തി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പറ്റുന്നത് ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊഡ്യൂസറിൻ്റെ അങ്ങേയറ്റം സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. ജുബി തോമസ്, വലിയൊരു നന്ദി ഞാൻ അറിയിക്കുന്നു. വേണമെങ്കിൽ ഒരു തവണ അടിച്ചതല്ലേ, ഓർമ്മയുണ്ടാവും ആൾക്കാർക്കെന്ന് വെക്കാം. പക്ഷെ അതൊന്നും വെക്കാതെ വീണ്ടും ഇത്രയും വലിയൊരു ചിലവ് ഈ സിനിമയ്ക്ക് വേണ്ടി കൊടുക്കുന്നത് ഈ സിനിമയുടെ ഈ കഥയും ഈ സിനിമയിലുള്ള 100% വിശ്വാസം കൊണ്ടാണ്. ആ വിശ്വാസം നിങ്ങളുടെ ഓരോരുത്തരിലേക്ക് ഞാൻ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. മലയാളത്തിന്റെ സ്വന്തം മൈക്കൽ ജാക്സൺ, നമ്മുടെ റൊമാൻറ്റിക് ഹീറോ, എത്ര ഹംബിൾ ആയിട്ടാണ് സംസാരിച്ചതല്ലേ. ഇങ്ങനെ ഷെയ്നിങ്ങനെ അടുത്തു നിന്ന് കാണുമ്പോൾ നമ്മുടെ പണ്ടത്തെ കുട്ടിച്ചാത്തലിലെ വിവി മുതൽ ഡാൻസ് റിയാലിറ്റി ഷോയുടെ ഓഡിഷൻ എല്ലാം ഇങ്ങനെ ഓർമ്മ വരാണ്. ആ കുട്ടി പയ്യനാണെന്ന് മലയാള സിനിമയിലെ ദി പ്രോമിസിങ് ആക്ടർ എന്നൊരു ടൈറ്റിലേക്ക് വളർന്നു നിൽക്കുന്നത്. ആൻഡ് ഓൾസോ ഷെയ്ൻ സംസാരിച്ച് നമ്മളെല്ലാവരും ഹാപ്പിയാണ്. പക്ഷേ ഇനി ഇവരെല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നതും ഷെയ്ൻ്റെ പെർഫോമൻസ്, ഡാൻസ് കാണാനും പാട്ട് കേൾക്കാനുമാണ്. അതിലാണ് നിങ്ങൾ കാത്തിരിക്കുന്നതല്ലേ. സോ ഷെയ്ൻ ഡാൻസ് കളിക്കുമ്പോൾ ഐ എം ഷുവർ ദാറ്റ് മൈക്കൽ ജാക്സൺ ആകുമ്പോൾ ഡാൻസ് കളിക്കാതെ വേറെ വഴിയില്ലല്ലോ. അപ്പം നാം വാട്ട് ഇസ് നെക്സ്റ്റ് ഇസ് ഓഫ് കോഴ്സ് നമ്മുടെ ഹീറോയിലെ സ്റ്റേജിലേക്ക് വിളിക്കുന്ന മൊമെന്റ് ആണ്. അത് നമുക്ക് കൂടുതൽ റൊമാൻറ്റിക് ആക്കിക്കൊണ്ട് ഷെയ്ൻ്റെ പാട്ടിലൂടെ നമുക്ക് നമ്മുടെ ഹീറോയിനെ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്താലോ. If you would sing 2 lines a പാട്ടിൽ, that will be a very very beautiful entry that we can give for our heroine. Yes, സാക്ഷി വൈദ്യ. रफ्ता रफ्ता वो मेरी हस्ती का सामा हो गए, रफ्ता रफ्ता वो मेरी हस्ती का सामा हो गए. साक्षी वैद्या. Yes, so ladies and gentlemen, here we have a Sakshi Vaidya. So Sakshi, like I've been always telling you that with just the trailer, with just a few glimpses from the film, we all have fallen in love with you, seeing the chemistry, seeing the romance with Shane, and I'm very very sure that once the film is released, all Malayalis will be completely obsessed with you, and we are waiting for that. So once again, welcome to Kerala, welcome to Kochi. And tell us how you're feeling with that grand entry, the romantic entry that Shane gave you. Thanks, Shane. There was a very warm welcome on stage. Hello, Kochi. Hi. This is my first Malayalam film, so please don't mind me not speaking in Malayalam right now. Our film Hal has gone through a lot of obstacles on screen and off screen, be it technical issues or censorship issues. But this film is very special to me in many ways. Firstly, because it is my first love story, and I always, since the beginning of my acting career, I wanted to do a Malayalam film because I really like Malayalam films.
and I got a chance to do this film with Shane. I'm very, very grateful. Along this journey, I made a lot of friends. Our music director, Nandagopan, Ebin, Vineet, Vince, all of them have been really, really helpful to me. And you guys have made this journey unforgettable in many ways. So thank you, everyone. Thank you, Rafiq Bhai, for being so supportive. Thank you, Ravi sir. You have been really, really nice and sweet. I really hope that you guys enjoy the trailer. And if you do, then please don't forget to celebrate Christmas with us by watching Hal in theaters near you. And we will all see you in theaters soon. Thank you so much. Thank you so much, Sakshi. And one request on behalf of every Malayalis: be here, do more films in Malayalam. സർപ്രൈസ് ഉണ്ട്, അത് ട്രെയിലർ കണ്ടതിന് ശേഷം പൊട്ടിക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലേ. ആ സർപ്രൈസ് കേക്ക് റെഡിയാണോ? റെഡിയാണോ? എല്ലാവരും ഞെട്ടാനായിട്ട് റെഡി ആയിക്കോളൂ. ഈ ട്രെയിലർ എഡിറ്റ് ചെയ്തത് ആരാണെന്ന് എന്തെങ്കിലും ക്ലൂ ഉണ്ടോ? മേക്ക് എ ഗെസ് ഹു ഹാവ് എഡിറ്റഡ് ദിസ് ട്രെയിലർ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നേരത്തെ നമ്മൾ പറഞ്ഞു പാട്ട് പാടുന്ന, ഡാൻസ് കളിക്കുന്ന, ഏത് ക്യാരക്ടർ ആണെങ്കിലും അസലായിട്ട് ചെയ്യുന്ന ഒരു ഓൾ റൗണ്ടർ ആണ് നമ്മുടെ ഷെയ്ൻ നിഗം. And now guess what? He have edited the trailer. ഈ ട്രെയിലർ എഡിറ്റ് ചെയ്തത് നമ്മുടെ സ്വന്തം ഷെയ്ൻ നിഗമാണ്. ഓ മൈ ഗോഡ്. അപ്പൊ ഒരു പുതിയ ടൈറ്റിൽ കൂടെ സ്വന്തമായല്ലേ? ഇഷ്ടപ്പെട്ടോ? ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ സഹായിക്കാൻ ജിതിൻ എന്ന് പറഞ്ഞൊരു എഡിറ്റർ ഉണ്ടായിരുന്നു. കൂടെ നന്ദഗോപൻ, റഫീഖ് വീര, ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ചെയ്തൊരു ട്രെയിലറാണ്. ജിതിൻ ഇവിടെ ഉണ്ടോ? ജിതിൻ പക്ഷേ ഐഡിയ മുഴുവൻ ഷൈൻ തന്നെയായിരുന്നു. ശരിക്കും റൊമാൻറ്റിക് ആക്കി, ഇങ്ങനെയല്ല എൻ്റെ റൊമാൻസ് എന്ന് പറഞ്ഞിട്ടാണ് ട്രെയിലർ പൊളിച്ചത്. ആ പിന്നെ Absolutely. ഈ ഒരു ട്രെയിലർ നമുക്ക് ഒന്നുകൂടെ കണ്ടില്ലെങ്കിൽ എങ്ങനെയാല്ലേ? ഓരോ കൊച്ചിയിൽ നിൽക്കുന്ന എല്ലാവരെയും നിങ്ങളുടെ അറ്റൻഷൻ ഞാൻ സ്റ്റേജിലേക്ക് സീക്ക് ചെയ്യാണ്. ബിക്കോസ് ദിസ് ഈസ് ഗോയിങ് ടു ബി എ വെരി വെരി ലവ്ലി റൊമാൻറ്റിക് മൊമെന്റ്. ബിക്കോസ് നമ്മുടെ റൊമാൻറ്റിക് കിങ്ങും ക്വീനും ഒരുമിച്ച് ഡാൻസ് കളിക്കാനായിട്ട് പോവാണ്. സോ I am inviting all of you to enjoy this romance live from Forum Kochi. So ready ആണോ? ഡാൻസ് കാണാൻ റെഡി ആണോ? യെസ് യെസ്. കുറച്ചുകൂടെ പവർ പോരട്ടെ. യെസ്. So how about the people standing over there? അവിടെ ഇത് തിരക്കിലാണ്, കൈയെല്ലാം ഫ്രീ അല്ലാതെ ഉള്ളൂ. So can you make some noise for Shane? So Shane, പ്ലാനിങ്ങിലാണോ? എന്ത് കളിക്കണം? ഞങ്ങൾ മൂന്നുപേരും കൂടെയാണ് കളിക്കുന്നത്. എല്ലാവരും ഒരു വലിയൊരു കൈയടി തന്നെ പ്ലീസ്. താങ്ക് യു. So the floor is being handed over to ഇതിൽ നിലപാട് എന്നുള്ള റാപ്പ് മ്യൂസിക് ഡയറക്ടർ പാടുന്നതാണ്. അതിൽ തന്നെ അഭിഷേകം കൂടിയിട്ട് ഞങ്ങൾ പതുക്കെ ഇറങ്ങുവാണ്. അപ്പോൾ ഇവിടെ ഇത്രയും നേരം നിന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും പേഴ്സണലി നന്ദി. അപ്പോൾ 25-ാം തീയതി എല്ലാവരും ഉണ്ടാവില്ലേ തിയേറ്ററിൽ? താങ്ക് യു. ഓക്കെ, സീ യു, ബൈ.